ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിന് ആദ്യം ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് ഒരു മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു ബ്രെഡൊക്കെ മുക്കി ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് മുളക് എല്ലാവർക്കും ഉണ്ട്. കൊച്ചുങ്ങൾക്ക് ഇത് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാനാണ് നല്ലത്, എല്ലാവർക്കും നല്ലതാണ്. അപ്പം മുളക് വേണ്ടെന്ന് ഇട്ടാൽ മതി. ഒരു മുളക് അരിഞ്ഞിട്ടു. ഇനി ഞാൻ അല്പം പഞ്ചസാര, അതിന് താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ഇച്ചിരി ഇട്ടാൽ കുഴപ്പമില്ല. പിന്നെ ഒരു ലേശം ഉപ്പ്, ഒരു മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ലേശം ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ ലേശം പാലൊഴിക്കുക. പാലും ഒരു മുട്ടയ്ക്ക് ആയതുകൊണ്ട് ലേശം പാലൊഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ മുട്ട ഒഴിച്ചു, ഒരു മുളക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ പാലൊഴിച്ചു, പിന്നെ പഞ്ചസാര ഇട്ടു. വേണമെങ്കിൽ ലേശം കുരുമുളക് പൊടി ചേർക്കാം. മുട്ടയുടെ ഉളുമ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ലേശം കുരുമുളക് പൊടി മുട്ടയ്ക്കകത്ത് എപ്പോഴും ചേർക്കുന്നതല്ലാണ്. അത് ലേശം ഇട്ടു. മുട്ട കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ സാധനവും കൂടുതലുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് പാലും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഫ്രൈങ് പാൻ അടുപ്പിൽ വെക്കുക. ഇത് ഒന്നുകൂടെ ഇളക്കിട്ട് വയ്ക്കണം. പഞ്ചസാരയൊക്കെ മിക്സ് ആകാനാണ്, പാലും ഒക്കെ മിക്സ് ആകാനാണ്. മുട്ട നല്ലപോലെ ഉടനെയുണ്ടായിരുന്നു. കൊച്ചുങ്ങൾക്ക് വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല ഒരു ഭക്ഷണം, ഒരു പലഹാരം പോലെ സംഭവമാണ് ബ്രെഡ്. ഇങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് മുക്കി അങ്ങ് പൊഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നന്നായി തിന്നോളും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കൊച്ചുങ്ങൾക്കെല്ലാം വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മൾ സാധാരണ മുട്ട വെറുതെ പൊരിക്കുകയല്ലേ ഉള്ളൂ. അത് എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് മധുരവും പാലും എല്ലാം ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണിത് ഉണ്ടാക്കാൻ കാര്യം. ഇനി ഫ്രൈ പാൻ ഇങ്ങോട്ട് വെക്കുവാണ്. ലേശം അടിയിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ബ്രെഡ് ഉണ്ടാക്കുന്നുള്ളൂ. 3 ബ്രെഡിനൊക്കെ ഒരു മുട്ട 2 ബ്രെഡ് നല്ലോണം മുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ 2 ബ്രെഡിനേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുക്കുക. ഇച്ചിരി നേരം മുക്കി പിടിക്കുക. അപ്പോൾ അതിലേക്ക് ഒത്തിരി അങ്ങ് പിടിച്ചോളും. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. മുട്ട കൂടുതൽ വന്നിട്ട് അത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് മുളക് വേണമെങ്കിൽ അതിലേക്ക് ഇടുക. അതുപോലെ ഒരു ബ്രെഡും കൂടെ ഒക്കെ ഇടാം. മിക്സ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ വെച്ചിട്ടാൽ മതി. അപ്പോൾ അത് നല്ലതായിട്ടിരുന്നു. ഇത്ര പരിപാടിയേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് ആദ്യം ഇച്ചിരി തീ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. എത്രയും തീ വേണ്ട. ഇതൊന്ന് മറിച്ചിടുക. ഇച്ചിരി ഉണങ്ങണം. ഇച്ചിരി ഉണങ്ങുമ്പോഴാണ് ടേസ്റ്റ്. ചിലർക്ക് വല്ലാതെ ഉണങ്ങേണ്ട ആവശ്യമില്ലായിരിക്കും. പക്ഷെ ഉണങ്ങുമ്പോൾ അതിന് വേറൊരു പ്രത്യേകതയാണ്. കടിച്ച് തിന്നാൻ നല്ല. ഈ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇടുക. തീ ഉറച്ച് വെക്കുക. ഒത്തിരി തീ ആയാലും അടി കരിയരുത്. കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും. മുട്ട ഉണ്ടെങ്കിൽ നന്നായിട്ട് മുക്കുവാണെങ്കിൽ 2 ബ്രെഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനുള്ളൂ. അല്ലെങ്കിൽ 3 ബ്രെഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു പലഹാരമാണിത്. ഇപ്പോൾ മുട്ടയ്ക്കകത്ത് മുക്കി ഒന്ന് പൊരിച്ചെടുത്താൽ
കുട്ടികൾക്കും എല്ലാം പിന്നെ ഇഷ്ടമാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നല്ലതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിമിഷം ഇരുന്നുകൊണ്ട്